ADGP ദത്താത്രേയ കൂടിക്കാഴ്ച വിവാദം കത്തുകയാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. LDF-നകത്തു നിന്നും പുറത്തു നിന്നുമായി. ബിനോയ് വിശ്വം ഇത് ഗൗരവതരമാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന നിലപാടെടുക്കുന്നു. അതേസമയം അൻവർ സർക്കാരിനെ ഇതുവരെ പ്രതിരോധത്തിലാക്കിയിരുന്നെങ്കിൽ ചുവടുമാറ്റി ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തെ പ്രതികൂട്ടിലാക്കുന്ന നിലപാടുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. VD സതീശന് വേണ്ടിയാണ് ADGP ദത്താത്രേയെ കണ്ടത് എന്ന വിചിത്രമായ വിശദീകരണവുമായാണ് അൻവർ രംഗത്തെത്തിയിരിക്കുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സമീറെ, ഈ 4 ദിവസമായി സതീശൻ ഈ കൂടിക്കാഴ്ചയെപ്പറ്റി പറഞ്ഞിട്ട് ഇന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു തലമുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക്, അത് സതീശന് വേണ്ടി നടന്നതാണ് എന്ന വ്യാഖ്യാനവുമായി അൻവർ വരുന്നത്. അൻവർ വൈകാൻ കാരണം എന്താണ് അങ്ങനെയെങ്കിൽ? വേണു, തീർച്ചയായും അത് തന്നെയാണ് ഇതിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു സംശയം. കാരണം PV അൻവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിനെതിരെ വഴിതിരിച്ചു വിടുന്നതിന്റെ മുന്നേ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട ഈ കാര്യം അറിഞ്ഞിരുന്നു. VD സതീശന് വേണ്ടിയാണ് RSSുമായി ചർച്ച നടത്തിയത് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. എന്നാൽ അത് ഈ വെരിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലേഖാണ് പറയാൻ വൈകിയത് എന്നുള്ളതാണ് PV അൻവർ പറയാതെ പറയുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഈ RSS പ്രതിപക്ഷ അജിത് കുമാറുമായി RSS നടത്തിയ ചർച്ചയുടെ കാര്യങ്ങൾ PV അൻവർ അറിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞ ഘട്ടത്തിലാണ് വളരെ വേഗത്തിൽ തിടുക്കപ്പെട്ട് വാർത്താ സമ്മേളനം വിളിക്കുകയും അത് അതിവേഗത്തിൽ സർക്കാരിനെതിരെ വഴിതിരിച്ചു വിടുകയും ചെയ്തത് എന്നാണ് PV അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ VD സതീശൻ ചർച്ച നടത്തിയത് പുനർജനി കേസുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് അൻവർ പറയുന്നത്. കാരണം രാജ്യാന്തര ഏജൻസി ഒരു പക്ഷേ ഈ കേസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് അജിത് കുമാറിനെ ഈ ചർച്ചയ്ക്ക് അയച്ചത് എന്നാണ് PV അൻവർ പറയാതെ പറയുന്നത്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാരിനെതിരെ വഴിതിരിച്ചു വിട്ടത് ഇക്കാര്യങ്ങൾ താൻ തുറന്നു പറയാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ തയ്യാറെടുക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്നുള്ളതാണ് PV അൻവറുമായി ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ടും അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് ഇത്ര ദിവസം കഴിയാൻ എന്തുകൊണ്ടാണ് ഇത്രയും ലേഖായി ഇക്കാര്യം പറയാൻ PV അൻവർ മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കഴിഞ്ഞ് PV അൻവർ നിലവിൽ ഗസ്റ്റ് ഹൗസിനകത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ വേണ്ടി പോയിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് അൻവറിന്റെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ചേർന്നത്.